ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും S3 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മുന്നത്തെ സെഷൻസിലെല്ലാം ഇതുവരെയുള്ള 4th മൊഡ്യൂൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ് സബ്ജക്റ്റാണ്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഡിസംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5ൻ്റെ അപ്പോൾ നമുക്കറിയാം 3 hours ടൈം കൊണ്ടാണ് നമുക്ക് 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് കോഡ് വരുന്നത് CET 203 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 5ൻ്റെ സിലബസ് നോക്കാം. ഓക്കെ, അപ്പോൾ സിലബസിൽ വരുന്നത് ഫസ്റ്റ് സ്പെസിഫിക് എനർജിയാണ്. സ്പെസിഫിക് എനർജിയുടെ ഉള്ളിൽ വരുന്ന ടോപ്പിക് സ്പെസിഫിക് എനർജി ഡയഗ്രാം ആൻഡ് ഡിസ്ചാർജ് ഡയഗ്രാം, ദെൻ ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. ദെൻ വരുന്ന ടോപ്പിക് ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ, ഡിഫറെൻറ്റ് ഫോംസ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽസ് ഇൻ റെക്ടാങ്കുലർ പ്രിസ്മാറ്റിക് ചാനൽസ്. ദെൻ വരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ലെങ്ത് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽസ് ബൈ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, ദെൻ തേർഡ് ടോപ്പിക് വരുന്നത് സ്പെസിഫിക് ഫോഴ്സ്, റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ, ദെൻ ഹൈഡ്രോളിക് ജമ്പ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ കോൺജുഗേറ്റ് ഓർ സീക്വൻറ്റ് ഡെപ്ത്, ദെൻ എക്സ്പ്രഷൻ ഫോർ സീക്വൻറ്റ് ഡെപ്ത്സ് ആൻഡ് എനർജി ലോസ് ഫോർ എ ഹൈഡ്രോളിക് ജമ്പ്, ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനൽസ്, ദെൻ ടൈപ്സ്, യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ 5th മൊഡ്യൂളിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യനാണ് 5th മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1.5 മാർക്കും വിത്ത് എക്സാമ്പിളും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 1.5 മാർക്സും കിട്ടും. ദെൻ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ. അത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ. The various water surface profiles occurring in the channels are designated with reference to the bottom slopes of the channel. ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് എങ്ങനെയാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ സർഫസ് പ്രൊഫൈലിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിയാം കുറേ ടൈപ്പ് പ്രൊഫൈൽസ് ഉണ്ട്. എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ ഉണ്ട്, M ഉണ്ട്, C ഉണ്ട്, ദെൻ ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് വാട്ടർ പ്രൊഫൈൽ ഉണ്ട്. ദെൻ എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ്, അതായത് ബോട്ടം സ്ലോപ്പ് സ്റ്റീപ്പായിട്ടുള്ള ഒരു ചാനലിൽ വരുന്ന വാട്ടർ പ്രൊഫൈലാണ്. വാട്ടർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെയാണ് വാട്ടർ പ്രൊഫൈൽ വരുന്നത്. അവിടെ വരുന്ന വാട്ടർ പ്രൊഫൈൽ സ്റ്റീപ്പ് ചാനലിൽ വരുന്ന വാട്ടറിൻ്റെ പ്രൊഫൈലാണ്. ചാനലിൻ്റെ ബെഡ് സ്റ്റീപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു ചാനലിൽ വരുന്ന വാട്ടർ പ്രൊഫൈലാണ് സ്റ്റീപ്പ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ. ഓക്കെ, സ്റ്റീപ്പ് സ്ലോപ്പ്ഡ് ചാനൽസ് ആർ നോൺ ആസ് എസ് കർവ്, അതായത് വിച്ച് ഒക്യൂർ ഇൻ ദ സ്റ്റീപ്പ് സ്ലോപ്പ്ഡ് ചാനൽ. സ്റ്റീപ്പായിട്ടുള്ള ഒരു ചാനൽ, സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S0, അതായത് ചാനലിൻ്റെ സ്ലോപ്പ് ക്രിട്ടിക്കൽ സ്ലോപ്പിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കുമ്പോഴുള്ള ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, then the channel bottom slope is designated as steep when the bottom slope S0 is greater than the critical slope. നമ്മൾ പറഞ്ഞു S0 greater than SC ആണെങ്കിലാണ് നമ്മൾ അതിനെ സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, again the application of Manning's or Chessie's formula will indicate that when the bottom slope is steep the normal depth of flow is less than the critical depth. അതായത് സ്റ്റീപ്പ് സ്ലോപ്പിൻ്റെ കണ്ടീഷനിൽ നോർമൽ ഡെപ്ത് YN YCനേക്കാളും ലോവർ ആയിരിക്കും. ഓക്കെ, സ്റ്റീപ്പ് സ്ലോപ്പിൽ ചാനലിൻ്റെ സ്ലോപ്പ് ക്രിട്ടിക്കൽ സ്ലോപ്പിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതേപോലെ YN നോർമൽ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും ലെസ്സർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റത്തെ സ്റ്റീപ്പ് സ്ലോപ്പിൽ S0 ഗ്രേറ്റർ ദാൻ SC ആണ്. ക്രിട്ടിക്കൽ സ്ലോപ്പിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ചാനലിൻ്റെ ബെഡ് സ്ലോപ്പ് വരുന്നത്. ദെൻ നോർമൽ ഡെപ്ത് ക്രിട്ടിക്കൽ ഡെപ്തിനേക്കാളും കുറവായിരിക്കും വരാം. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ
ഡെപ്ത്, ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനാണ് ഈ ഒരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനാണ്. അതാണ് CDL. ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിലേക്കുള്ള ആ ഒരു ബോട്ടം, ചാനൽ ബോട്ടത്തിൽ നിന്ന് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിലേക്കുള്ള ആ ഒരു ഡെപ്താണ് YC. അപ്പോൾ ഈ ഒരു ഡെപ്താണ് YC വരുന്നത്. ഓക്കെ. ദെൻ നോർമൽ ഡെപ്ത് ലൈൻ, നോർമൽ ഡെപ്ത് ലൈനാണ് ഈ ഒരു ലൈൻ. ആ നോർമൽ ഡെപ്ത് ലൈൻ ബോട്ടം, അതായത് ഈ ചാനൽ ബോട്ടത്തിലേക്കുള്ള ആ ഒരു ഡെപ്താണ് YN വരുന്നത്, YN വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം YN ലെസ് ദാൻ YC ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് വെച്ച് നമ്മുടെ ഈ സ്റ്റീപ്പ് സ്ലോപ്പിൻ്റെ ആ ഒരു ഇതിനെ നമ്മൾ മൂന്ന് സോണായിട്ട് തിരിക്കുകയാണ്. ഓക്കെ. ആ 3 സോണായിട്ട് തിരിക്കുന്നത് Y ഗ്രേറ്റർ ദാൻ, അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വരുന്ന സർഫസ് Y, അതായത് ഈ Y എന്ന് പറയുന്നത് YC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ഡെപ്ത് ലൈൻ ബോട്ടം കൺസിഡർ ചെയ്ത്, അതായത് ചാനൽ ഡെപ്ത് ലൈൻ ബോട്ടത്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ക്രിട്ടിക്കൽ ഡെപ്ത് YC. അതിനേക്കാളും YN-നേക്കാളും, അതായത് നോർമൽ ഡെപ്തിനേക്കാളും എബവ് ആണെങ്കിലാണ് സോൺ 1-ൽ വരുന്നത്. അതായത് Y ഇസ് ഗ്രേറ്റർ ദാൻ YC ആൻഡ് YN. അതാണ് സോൺ 1. ഓക്കെ. ദെൻ സോൺ 2 എന്തായിരിക്കും? സോൺ 2-ൽ നമുക്ക് നോക്കിയാൽ അറിയാം ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ മുകളിലൂടെയാണ് പോകുന്നത്. ദെൻ നോർമൽ ഡെപ്ത് ലൈൻ ബോട്ടത്തിലാണ്, അതായത് അതിൻ്റെ താഴെയാണ്. ബോട്ടം മീൻസ് അതായത് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ മുകളിലും YN, അതായത് ആ ഒരു നോർമൽ ഡെപ്ത് ലൈൻ താഴെയാണ് പോകുന്നത്. ദെൻ Y എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വാട്ടർ സർഫസിൻ്റെ നമ്മൾ ഡെപ്ത് കൺസിഡർ ചെയ്യുന്നത് Y ആണ്. ഓക്കെ. അപ്പോൾ YC-യുടെയും YN-ൻ്റെയും ഇടയിലാണെങ്കിൽ, YC-യുടെയും YN-ൻ്റെയും, അതായത് YN ലെസ് ദാൻ Y ലെസ് ദാൻ YC, അതാണ് സെക്കൻഡ് സോൺ. ഓക്കെ. ദെൻ തേർഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YC-നേക്കാളും YN-നേക്കാളും ബിലോ ആണ് Y വരുന്നത്. ഓക്കെ. Y ലെസ് ദാൻ YN ലെസ് ദാൻ YC, അതാണ് തേർഡ് സോൺ. ഓക്കെ. Then these water surface profiles may be further classified depending upon the position of water surface relative to the critical depth and normal depth. അതാണ് നമ്മൾ പറഞ്ഞത്, 3 സോണായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ ഓഫ് വാട്ടർ സർഫസ്, വാട്ടർ സർഫസിൻ്റെ പൊസിഷൻ, അതായത് നമ്മുടെ ബെഡിൽ നിന്ന് വാട്ടർ സർഫസ് എത്ര ഡെപ്തിൽ, അതായത് എത്ര ഹൈറ്റിലാണ്. അതായത് ഇപ്പോൾ ഇതൊരു ബെഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്ടർ സർഫസ് വരുന്നത് ഇത്ര Y ഡെപ്തിലാണെങ്കിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഡെപ്താണ് Y. ഓക്കെ. അപ്പോൾ ദെൻ Y വരുന്നത് YC-നേക്കാളും, അതായത് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിനേക്കാളും നോർമൽ ഡെപ്ത് ലൈനിനേക്കാളും മുകളിലാണെങ്കിലാണ് സോൺ 1. ദെൻ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിൻ്റെയും നോർമൽ ഡെപ്ത് ലൈനിൻ്റെയും ഇടയിലാണെങ്കിലാണ് സോൺ 2. ദെൻ ബിലോ ആണെങ്കിൽ, അതായത് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിൻ്റെയും YN-ൻ്റെയും നോർമൽ ഡെപ്ത് ലൈനിൻ്റെയും ആ ഒരു 2 ലൈനിൻ്റെയും താഴെ ആണെങ്കിലാണ് സോൺ 3 വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മുടെ അതായത് ബെഡ് സ്ലോപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ ചാനൽ, അതായത് വാട്ടർ സർഫസ് പ്രൊഫൈലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ബോട്ടം ബെഡിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ വാട്ടർ സർഫസ് പ്രൊഫൈലിനെ നമ്മൾ പേര് വിളിക്കുന്നത്. ഓക്കെ. ഇത് സ്റ്റീപ്പ് സ്ലോപ്പിലായതുകൊണ്ട് നമ്മളിതിനെ സ്റ്റീപ്പ് എസ് കർവ് എന്ന് പറയുന്നത്, അതായത് സ്റ്റീപ്പ് സ്ലോപ്പ് കർവാണ്. ഓക്കെ. ദെൻ അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റീപ്പ് സ്ലോപ്പ്ഡ് കർവാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എഗെയിൻ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 സോണായിട്ട് നമ്മൾ തിരിക്കുന്നു. വൈൻ്റെ വിത്ത് റെസ്പെക്ട് ടു YC ആൻഡ് YN നമ്മൾ 3 സോണായിട്ട് തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഓരോ സോണിലും എങ്ങനെയാണ് വാട്ടർ സർഫസ് പ്രൊഫൈൽ വരിക എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ടൈപ്പ് വാട്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. 3 സോണായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ദെൻ ഓരോ സോണും എടുത്ത് ആ സോണിൽ വിത്ത് റെസ്പെക്ട് നമ്മുടെ സ്ലോപ്പ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ വരിക എന്ന് നോക്കിയിട്ട് നോക്കണം. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ടൈപ്പ് പ്രൊഫൈലിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ in order to plot a certain type of profile, it is necessary to know the characteristics of each profile. അതായത് ഈച്ച് പ്രൊഫൈലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിയണം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്കറിയാം dy/dx എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. dy/dx എന്ന് പറയുന്നത് S0 × 1 മൈനസ് yn/y raised to 10/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് yc/y raised to 3. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഓക്കെ. അത് കോമൺ ആയിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. നമുക്കത് ഡിറൈവ് ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ അറിയാം.
ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സോണിലുള്ള നമ്മുടെ വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സോണിൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് സോൺ 1. സോണിൽ നമ്മൾ പറഞ്ഞു y ഗ്രേറ്റർ ദാൻ YC ഗ്രേറ്റർ ദാൻ YN, അതായത് YCനേക്കാളും YNനേക്കാളും മുകളിലാണ്, അതായത് ഇവിടെയാണ് y വരുന്നത്. ഓക്കെ, y എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല, ബട്ട് y വരുന്നത് YCനേക്കാളും, അതായത് YNനേക്കാളും YCനേക്കാളും മുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സോൺ 1 കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എഴുതി y ഗ്രേറ്റർ ദാൻ YC ഗ്രേറ്റർ ദാൻ YN ആണ്. ദെൻ നമ്മൾ dy/dx, അതായത് അതിൻ്റെ സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ബോട്ടം, അതാണ് dy/dx. കാണുമ്പോൾ നമുക്ക് നോക്കാം S0 × 1 - YN/y. YNനേക്കാളും മുകളിലാണ്. ഓക്കെ, അപ്പോൾ ദെൻ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ നോക്കുമ്പോൾ, അതായത് എങ്ങനെയാണ് ആ ടേം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് YNനേക്കാളും വലുതാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു 1 ജസ്റ്റ് നോക്കുകയാണെങ്കിൽ y1ഉം y2ഉം yn1ഉം ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ദെൻ 1/2 എടുക്കുകയാണെങ്കിൽ 1 - 1/2 എന്തായാലും ഒരു പോസിറ്റീവ് ടേം ആയിരിക്കും വരാം. സിമിലർലി YC/YN ആണ്, YC/Y ആണ്. ഓക്കെ, അപ്പോൾ YCയും Yനേക്കാളും, അതായത് y ആണ് വലുത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു 1.5 എടുത്തു കഴിഞ്ഞാൽ 1.5/2 ആണ്. ഓക്കെ, അപ്പോൾ അതും ഒരു ഗ്രേറ്റഡ് പോസിറ്റീവ് ടേം ആണ് വരിക. ദെൻ 1 - അത് ചെയ്യുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് വരില്ല, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ 10⁻³ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ലൈക്ക് നമുക്ക് ജസ്റ്റ് ഈ ഒരു ടേംസ് നോക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് സോണിൽ നമ്മുടെ വൈയും YCയും YNനും ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് ആ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് dy/dx എന്താ വരുന്നത് നോക്കാം, എന്താണെന്ന് അറിയാൻ പറ്റും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പോസിറ്റീവ് ആണ് വരാം. ഓക്കെ, ദെൻ നമുക്ക് വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണ് വരണതെന്ന് കണ്ടുപിടിക്കണം. പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു, അതായത് ഇൻക്രീസിങ് ആണ്. dy/dx പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ അത് ഇൻക്രീസിങ് ആണ്. ഓക്കെ, അതായത് അത് കൂടി വരികയാണ്. ഓക്കെ, ദെൻ നമ്മൾ അതിലെ ഓരോ ടേമിനും നമ്മൾ ലിമിറ്റ് ഫിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ y → YC, അതായത് ഈ ഒരു y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ വാട്ടർ സർഫസിൻ്റെ ഡെപ്ത് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താ കിട്ടണമെന്ന് അറിയണമെങ്കിൽ y → YC നമ്മൾ ചെയ്യണം. ദെൻ അപ്പോൾ നമ്മുടെ dy/dx എത്ര വരാം, അതായത് നമുക്ക് ഇങ്ങനെയാണ് ഒരു സോൺ. ഓക്കെ, ഈ ഒരു സോണിൽ, അതായത് ഈ സോൺ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രൊഫൈൽ വരിക, ദെൻ അതിൻ്റെ അപ്പുറത്തെ എൻഡ്, അതായത് നെക്സ്റ്റ് എൻഡിൽ എങ്ങനെയാണ് പ്രൊഫൈൽ വരിക, ദെൻ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഇൻക്രീസിങ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോസിറ്റീവ് ആണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ y → YC, അതായത് y → YC എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ സർഫസിൻ്റെ ഡെപ്ത് YC ആണെന്ന്, ക്രിട്ടിക്കൽ ഡെപ്ത് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അസ്യൂം ചെയ്യുമ്പോൾ അതായത് y = YC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലായിരിക്കും y വരുന്നത്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ dy/dx എങ്ങനെ ചേഞ്ച് ആവും നോക്കാം. ഓക്കെ, y → YC ആണ്. അപ്പോൾ ഇവിടെ YCയുടെ ടേമിൽ നമ്മൾ y കൊടുത്തു കഴിഞ്ഞാൽ 1ഉം 1ഉം ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ദെൻ 1 - 1 0 ആണ് വരാം. അപ്പോൾ 1/0 നമുക്കറിയാം ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ dy/dx ഇൻഫിനിറ്റി ആണ് വരാം. ഓക്കെ, ദെൻ y → ∞, അതായത് നെക്സ്റ്റ് എൻഡ്, ഇപ്പുറത്തെ എൻഡ് എവിടെയാണെന്ന് നമുക്കറിയില്ല, അതങ്ങനെ പോവാണ്, ഇൻക്രീസിങ് ആണ്, എവിടേക്കാണ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ y → ∞ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ രണ്ട് സോൺ 2-ലാണെങ്കിൽ നമുക്കറിയാം ലോവർ ലിമിറ്റ് YNഉം ദെൻ അപ്പർ ലിമിറ്റ് YCയും ആണ്. ഓക്കെ, ഇതിൻ്റെ കേസിൽ സോൺ 1ൻ്റെ കേസിൽ നമുക്ക് അപ്പർ അറിയില്ല, അപ്പർ ലിമിറ്റ് അറിയില്ല. സോ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദെൻ y → ∞ ആകുമ്പോൾ y ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്കറിയാം 1/∞ 0 ആണ്. ദെൻ ഇവിടെ 1/∞ നമുക്കറിയാം =0 വരും. ദെൻ ഇവിടെയും 1/∞ 0 വരും. നമുക്ക് പോസിറ്റീവ് ആവും നമുക്കറിയാം, അതായത് 1 - 0 1 ആണ്. സിമിലർലി 1 - 0 1 ആണ്. അപ്പോൾ S0 ആണ് വരിക. dy/dx = S0 എന്നായിരിക്കും വരിക.
അതാണ് ഇവിടെ dy/dx is equal tends to S0. S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിവിടെ പറഞ്ഞു S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൻ്റെ സ്ലോപ്പാണ്, അതായത് ബെഡ് ബോട്ടത്തിൽ വരുന്ന സ്ലോപ്പാണ്. S0 എന്ന് പറയുന്നത് ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് അല്ലെങ്കിൽ ബെഡ് സ്ലോപ്പ് എന്ന് പറയും, അതാണ്. ഓക്കെ, അപ്പോൾ S0 dy/dx ഇവിടെ വരുന്നത് ചാനലിൻ്റെ ബെഡ് സ്ലോപ്പ് എത്രയാണോ അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൺ ദി അപ്സ്ട്രീം സൈഡ് ഓഫ് S1 കർവ് മീറ്റ്സ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് YC ലൈൻ നോർമലി. നമ്മൾ പറഞ്ഞു dy/dx ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ആവുമ്പോൾ നമ്മുടെ YC ലൈനിനെ ഈ വാട്ടർ സർഫസ് മീറ്റ് ചെയ്യുന്നത് നോർമലി ആയിരിക്കും. ദെൻ അറ്റ് ദി നെക്സ്റ്റ് എൻഡ് YC ലൈനിനെ നോർമലി ആയിരിക്കും മീറ്റ് ചെയ്യുന്നത് അപ്സ്ട്രീം സൈഡിൽ. ഓക്കെ, ദെൻ ഡൗൺ സ്ട്രീം സൈഡിൽ ഇറ്റ് ടെൻസ് ടു ബി ഹൊറിസോണ്ടൽ ആയിരിക്കും. അതെന്താ പറയാൻ കാരണം? നമ്മൾ പറഞ്ഞു ചാനലിൻ്റെ ബെഡ് സ്ലോപ്പ് വരുന്നത് S0 ആയിരിക്കുന്നു. ചാനലിൻ്റെ ബെഡ് സ്ലോപ്പ് വരുന്നത് S0 ആണെന്ന് നമ്മൾ ഇതിൽ പറഞ്ഞു. അത് ആ ഒരു S0 ആണ് ചാനലിലെ സ്ലോപ്പ് വരുന്നത്. ആ ഒരു സ്ലോപ്പ് തന്നെയായിരിക്കും, അതായത് ആ ഒരു ഇതിൽ തന്നെയായിരിക്കും നമ്മുടെ സോൺ 1 വാട്ടർ സർഫസ് പ്രൊഫൈൽ ഡൗൺ സ്ട്രീം സൈഡിൽ. ഓക്കെ, അതാണ് സോൺ 1 കേസ് പറയുമ്പോൾ. ദെൻ സോൺ 2 കേസ് എടുക്കുമ്പോൾ, സോൺ 2 കേസിൽ നമുക്കറിയാം സോൺ 2 ഇവിടെയാണ് വരിക, അതായത് YC ബിലോയും YN എബോവും ആണ്. ദെൻ YN ലെസ് ദാൻ YC ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ dy/dx ഇക്വേഷനിൽ, അതായത് സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ നമ്മുടെ ഈ ഒരു കേസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് dy/dx എങ്ങനെ വരാൻ നോക്കാം. ഓക്കെ, YN ലെസ് ദാൻ Y ആണ്. അതായത് ഇവിടെ വരുന്ന ടേം 2/1 ആണെങ്കിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. കർവ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ dy/dx ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ YN 2 കൊടുത്തു, Y1 കൊടുത്തു, ദെൻ YC എന്ന് പറയുന്നത് 0.5 കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 2/1 ആണ്. ഓക്കെ, 1 - 2/1 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് -1 ആയി. അപ്പോൾ dy/dx നെഗറ്റീവ് ആയിരിക്കും. dy/dx നെഗറ്റീവ് ആണ്, അതായത് ഡിക്രീസിങ് ആണ്. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഡിക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ പറഞ്ഞു അപ്സ്ട്രീമിൽ YC ഈ ഒരു ലൈനിൽ വാട്ടർ സർഫസ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ അതേപോലെ ഡൗൺ സ്ട്രീമിൽ YN ലൈനിനെ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം Y ടെൻസ് ടു YC നമ്മൾ ചെയ്യണം. ഓക്കെ, Y ടെൻസ് ടു YC എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ YC/YC വരുമ്പോൾ 1 ആയിരിക്കും. അപ്പോൾ ദെൻ ഇത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് dy/dx 1/0 ഇൻഫിനിറ്റി ആണ് വരാം. ഓക്കെ, ദെൻ Y ടെൻസ് ടു YN ചെയ്യുമ്പോൾ, അതായത് ഡൗൺ സ്ട്രീം എൻഡിൽ നമുക്ക് എങ്ങനെയാണ് വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ Y ടെൻസ് ടു YN ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ Y ടെൻസ് ടു YN ചെയ്യുമ്പോൾ 1 - 1 0 വരും. ദെൻ 0 ഒരു ടേം ഉണ്ടായിരിക്കും. ദെൻ 0 എനിത്തിങ് 0 ആയിരിക്കും. അപ്പോൾ dy/dx 0 ആയിട്ടായിരിക്കും വരാം. ഓക്കെ, thereby indicating that S2 curve meets the critical depth. അതായത് അപ്സ്ട്രീമിൽ മീറ്റ് ചെയ്യുന്നത് YC ലൈൻ നോർമലി ആണ്. dy/dx ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിലും പറഞ്ഞു ഇൻഫിനിറ്റി ആവുമ്പോൾ നോർമലി ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിനെ മീറ്റ് ചെയ്യുന്നത് നോർമലി ആണ്. S2 കർവ് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിനെ മീറ്റ് ചെയ്യുന്നത് നോർമലി ആണ് ഓൺ ദി upstream side, and on the downstream side it meets the normal depth YN asymptotically. അതായത് dy/dx 0 വരുമ്പോൾ നമ്മൾ പറയുന്നത് അസിംപ്റ്റോട്ടിക്കലി നമ്മുടെ YN ലൈനിനെ മീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കർവ് വരുന്നത് ഡിക്രീസിങ് കർവാണ്. dy/dx നമുക്ക് നെഗറ്റീവ് ആണെന്ന് കിട്ടി. സോ ഡിക്രീസിങ് കർവാണ്. അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ നമ്മുടെ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിനെ നോർമലി മീറ്റ് ചെയ്യും. ദെൻ ഡൗൺ സ്ട്രീം സൈഡിൽ നോർമൽ ഡെപ്ത് ലൈനിനെ അസിംപ്റ്റോട്ടിക്കലി മീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ സോൺ 3 ആണ്. സോൺ 3 നമുക്കറിയാം. സോൺ 3 എന്ന് പറയുമ്പോൾ
വൈ എന്ന് പറയുന്നത് വൈ സിനേക്കാളും വൈ എന്നിനേക്കാളും ബിലോ ആയിരിക്കും. ഓക്കെ, വൈ ലെസ് ദാൻ വൈ എൻ ലെസ് ദാൻ വൈ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് dy/dx ഈ വാല്യൂസ് ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അറിയാം 2/1, സിമിലർലി 3/1 ആണ്. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് വരുന്നത്. ദെൻ 1 മൈനസ് 3 എന്ന് പറയുമ്പോഴും നെഗറ്റീവ് ആണ് വരുന്നത്. സോ ഈ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലസ് ആവും. സോ ഇറ്റ് വിൽ ബി ആൻ പോസിറ്റീവ് കർവ്, ദാറ്റ് ഈസ് ഇൻക്രീസിങ് കർവ് ആയിരിക്കും. അതായത് ഒരു ഇൻക്രീസിങ് കർവ് ആയിരിക്കും നമ്മുടെ സോൺ 3 വരുന്നത്. സോൺ 1 ഇൻക്രീസിങ് ആയിരിക്കും, ദെൻ സോൺ 2 ഡിക്രീസിങ് ആണ്, ദെൻ തേർഡ് സോണിൽ വരുന്നതും ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ വൈ ടെൻസ് ടു വൈ എന്നും വൈ ടെൻസ് ടു വൈ എൻ അല്ല, വൈ ടെൻസ് ടു നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് ബോട്ടത്തിൽ 0 ആണ്, ഇവിടുത്തെ ഡെപ്ത് വരുന്നത് 0 ആണ്. അപ്പോൾ ആദ്യം വൈ ടെൻസ് ടു 0 കൊടുക്കണം, ദെൻ വൈ ടെൻസ് ടു വൈ എൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ വൈ ടെൻസ് ടു വൈ എൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. 1 മൈനസ് 1 വരുമ്പോൾ ഇവിടെ 0 ആണ് വരാം. ഓക്കെ, അപ്പോൾ dy/dx ടേം 0 ആയിട്ട്, അതായത് ഇവിടെ മുകളിൽ ടോപ്പിൽ 0 ആകുമ്പോൾ നമുക്ക് ആ ടേം ഫുള്ളായിട്ട് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ dy/dx 0 ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നു 0 ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ കേസിലും നോർമൽ ഡെപ്ത് ലൈനിൽ ഇതിൽ 0 വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അസിംപ്റ്റോട്ടിക്കിലാണ് മീറ്റ് ചെയ്യുന്നത്. ഈ കേസിലും അപ്പോൾ അപ്സ്ട്രീം സൈഡിൽ S3 കർവ് മീറ്റ്സ് ദ നോർമൽ ഡെപ്ത് ലൈൻ അസിംപ്റ്റോട്ടിക്കലി, അതായത് ഈ നോർമൽ ഡെപ്ത് ലൈനിനെ S3 കർവ് അസിംപ്റ്റോട്ടിക്കലിയാണ് മീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ, അതായത് അപ്സ്ട്രീം കേസിൽ എന്താ വരുന്നത് നോക്കുമ്പോൾ y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കാം 1 മൈനസ് yn/0, ദെൻ 1 മൈനസ് yc/0. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടായിരിക്കുക 1/0, സം ടേം ബൈ 0 ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ദെൻ ഇതും ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ടോട്ടൽ മൊത്തം നമുക്ക് നോക്കുമ്പോൾ ഇൻഫിനിറ്റി ആയിരിക്കും വരിക. അപ്പോൾ dy/dx ഇൻഫിനിറ്റി ആണ്. നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റും സെക്കൻഡ് കേസിലും പറഞ്ഞിരുന്നു dy/dx ഇൻഫിനിറ്റി വരുമ്പോൾ നോർമലി മീറ്റ് ചെയ്യും. സെക്കൻഡ് കേസിലും പറഞ്ഞു dy/dx ഇൻഫിനിറ്റി മീറ്റ് ചെയ്യുമ്പോൾ നോർമലിയാണ് മീറ്റ് ചെയ്യുന്നത്, നോർമലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസിലും dy/dx ബോട്ടം സ്ലോപ്പ് dy/dx y ഈക്വൽ ടു 0 വരുമ്പോൾ നോർമലിയാണ് ആ നമ്മുടെ വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 3 കേസസ് വരുന്നത്. ദെൻ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ, വിത്ത് എക്സാമ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ വിത്ത് എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ dy/dx Z1 അതായത് ഫസ്റ്റ് സോണിൽ S1 പോസിറ്റീവ് ആണ്. ഓക്കെ, ദെൻ S2 സെക്കൻഡ് സോണിൽ dy/dx നെഗറ്റീവ് ആണ്. തേർഡ് സോണിൽ അതായത് S3 dy/dx വരുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ അതിൻ്റെ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആ കണ്ടുപിടിച്ചിരുന്ന നമ്മുടെ 3 സ്ലോപ്പും വാട്ടർ സർഫസിൻ്റെ 3 പ്രൊഫൈലും നമ്മൾ ഒരൊറ്റ ഫിഗറിലേക്ക് മാറ്റി വരച്ചതാണിത്. ഓക്കെ, ദെൻ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ഓക്കെ, ഒരു നമ്മുടെ വിയർ എന്തെങ്കിലും വെക്കുമ്പോൾ അവിടെ ബാക്കിൽ വരുന്ന ആ ഒരു കർവാണ്, അതായത് ഇൻക്രീസിങ് കർവാണ് ഫസ്റ്റ് S1 ഫസ്റ്റ് സോണിൻ്റെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് സോണിൽ വാട്ടറിൻ്റെ അതായത് പ്രൊഫൈലിന് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ വരുമ്പോൾ, അതായത് എന്തെങ്കിലും ബെൻഡോ എന്തെങ്കിലും വരുമ്പോൾ സർഫസിൻ്റെ പ്രൊഫൈൽ താഴോട്ടേക്ക്, അതായത് ഡിക്രീസിങ് ആയിരിക്കും, ബോട്ടം താഴത്തേക്ക് അതിനൊരു ചെറിയ വേരിയേഷൻ വരും. അതാണ് സെക്കൻഡിൽ dy/dx നെഗറ്റീവ് വരുന്ന S2 സോണിലെ കർവ്. ദെൻ തേർഡ് സോണിലെ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് തന്നെയാണ്, അതായത് നമ്മളൊരു താഴെ നോച്ചോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ താഴെ ഒരു ചെറിയ ഒരു താഴേക്ക് ഒരു ബീന കോൺട്രാക്റ്റ് പോലെ ഫോം ചെയ്ത് ദെൻ ഇൻക്രീസിങ് തന്നെയായിരിക്കും വരാം. അതാണ് നമ്മുടെ സോൺ 3 വരുന്ന വാട്ടർ സർഫസിൻ്റെ പ്രൊഫൈൽ. ഓക്കെ, ദ സർഫസ് പ്രൊഫൈൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ബാക്ക് വാട്ടർ കർവ്സ് ആൻഡ് ഡ്രോ ഡൗൺ കർവ്സ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ. നമ്മൾ പറഞ്ഞു ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, അതായത് dy/dx നോക്കിയിട്ടാണ് നമ്മുടെ ഫ്ലോ എങ്ങനെയാണെന്ന്, അതായത് ഡ്രോ ഡൗൺ ആണോ അതോ
ബാക്ക് വാട്ടർ കർവ് ആണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് dy/dxന്റെ വാല്യൂ നോക്കിയിട്ടാണ്. ഓക്കെ, വാല്യൂ അല്ല, dy/dx പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, the study of the surface profiles shown in the figure will indicate that the surface profiles S1 and S3 are backwater curves or rising. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് S1 വരുന്നത് ബാക്ക് വാട്ടർ കർവ്സ് ആണ്, S3 ബാക്ക് വാട്ടർ കർവ്സ് ആണ് വരുന്നത് വിത്ത് ഇൻക്രീസിങ്. ഓക്കെ, റൈസിങ് എന്ന് പറയാം. ഓക്കെ, ദെൻ S2 ഡ്രോ ഡൗൺ ആണ് അല്ലെങ്കിൽ ഫോളിങ് കർവ് ആണ് ഉണ്ടാകുന്നത്. നമുക്ക് S2 കണ്ടു കഴിഞ്ഞാൽ അറിയാം ചാനലിൻ്റെ സ്ലോപ്പ് മാറുമ്പോൾ അതിനനുസരിച്ച് ഡ്രോ ഡൗൺ, അതായത് താഴോട്ടേക്ക് ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫോളിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് S1 S2 റൈസിങ് ആണ്, ദെൻ S2 വരുന്നത് ഫോളിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സർഫസ് പ്രൊഫൈൽസ് എസ് ടൈപ്പ് പ്രൊഫൈൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു വിത്ത് എക്സാമ്പിൾ. ഓക്കെ, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ. ഓക്കെ, ഇതാണ് ഒരു ഹൈഡ്രോളിക് ജമ്പ്. ഒരു ചെറിയ ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ്, അതായത് ഈ ഒരു ചെറിയ ഡെപ്തിൽ നിന്ന് ഈ ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ ഒരു ജമ്പ് ഫോം ചെയ്യും. ആ ഒരു ജമ്പ് ഫോം ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഹൈഡ്രോളിക് ജമ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സഡൻ ആൻഡ് ടർബുലന്റ് പാസേജ് ഓഫ് വാട്ടർ ഫ്രം എ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് ടു സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. അതായത് ഒരു സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ സ്റ്റേറ്റിലേക്ക് ഒരു സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടർബുലൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ പാസേജ് ആണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വിത്ത് ഫ്രൂട്ട്സ് നമ്പർ വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രോളിക് ജമ്പ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ ഈസ് FR1. നമുക്കറിയാം ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FR = V/√GY ആണ്. അപ്പോൾ ജസ്റ്റ് എല്ലാ കണ്ടീഷനിലും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഫ്രൂട്ട്സ് നമ്പർ, അതായത് GY കുറയുമ്പോൾ ഫ്രൂട്ട്സ് നമ്പർ കൂടും, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓക്കെ, ദെൻ ഫ്രൂട്ട്സ് നമ്പർ FR1 ഓഫ് ദി ഇൻകമിങ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആസ് എ പാരാമീറ്റർ ഡിസ്ക്രൈബിംഗ് ദ ഫിനോമിന ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. ഒരു ഇൻകമിങ് സൂപ്പർ ക്രിട്ടിക്കൽ, നമ്മൾ പറഞ്ഞു ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്കുള്ള ഒരു സഡൻ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു ജമ്പിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് നമ്പർ ഓഫ് ഇൻകമിങ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ, അതായത് ഇൻകമിങ് ആയിട്ടുള്ള സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ ഫ്രൂട്ട്സ് നമ്പറാണ്, ആ ഒരു പാരാമീറ്റർ ആണ് ഹൈഡ്രോളിക് ജമ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ഫ്രൂട്ട്സ് നമ്പർ ഓഫ് ദി ഇൻകമിങ് ഫ്ലോ, അതായത് ഇൻകമിങ് ആയിട്ട് വരുന്ന ആ ഒരു ഫ്ലോൻ്റെ ഫ്രൂട്ട്സ് നമ്പറാണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്ന് സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യുന്നത്. ദെൻ ഇൻകമിങ് ആയിട്ട് വരുന്ന ആ ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോൻ്റെ ഡെപ്ത് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രൂട്ട്സ് നമ്പർ, ആ വരുന്ന ആ ഒരു ഫ്ലോൻ്റെ ഫ്രൂട്ട്സ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ 5 ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫ്രൂട്ട്സ് നമ്പർ 1 to 1.7 ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വാട്ടർ സർഫസ് ഷോസ് എൻ അണ്ടുലേഷൻ ആൻഡ് ദ ജമ്പ് ഈസ് കോൾഡ് ആൻ അണ്ടുലാർ ജമ്പ്. ഫ്രൂട്ട്സ് നമ്പർ 1 to 1.7 ആണെങ്കിൽ അണ്ടുലാർ ജമ്പാണ് ഫോം ചെയ്യുക. ഓക്കെ, അണ്ടുലാർ ജമ്പ്, ചെറിയൊരു അണ്ടുലേഷൻസ് അതിൻ്റെ സർഫസിൽ ഉണ്ടായിരിക്കും, അതാണ് അണ്ടുലാർ ജമ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ ഫ്രൂട്ട്സ് നമ്പർ ബിറ്റ്വീൻ 1.7 to 2.5 ആണെങ്കിൽ നമ്മൾ ആ ജമ്പിനെ പറയുന്നത് വീക്ക് ജമ്പ് എന്നാണ്. വീക്ക് ജമ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ത്രൂ ഔട്ട് ഇസ് ഫെയർലി യൂണിഫോം ആയിരിക്കും, ആൻഡ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് എനർജി ഇസ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജിയുടെ ആ ഒരു എമൗണ്ട് കുറവായിരിക്കും. ഓക്കെ, ഇതിൽ സ്മോൾ റോളേഴ്സ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ജമ്പ് സർഫസിൽ സ്മോൾ റോളേഴ്സ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ദ ഡൗൺ സ്ട്രീം വാട്ടർ സർഫസ് റിമെയിൻസ് പ്ലെയിൻ, അതായത് ആ ഒരു സർഫസ് പ്ലെയിൻ ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, ദെൻ വീക്ക് ജമ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1.7 to 2.5 ആണ്. ഫസ്റ്റ് കേസിൽ അണ്ടുലാർ ജമ്പിൽ വരുന്നത് ഫ്രൂട്ട്സ് നമ്പർ ബിറ്റ്വീൻ 1 to 1.7 ആയിരുന്നു. ദെൻ വീക്ക് ജമ്പിൽ വരുന്നത് 1.7 to 2.5 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓസിലേറ്റിംഗ് ജമ്പ്. ഓസിലേറ്റിംഗ് ജമ്പിൽ ഫ്രൂട്ട്സ് നമ്പർ 2.5 to 4.5 ആണ്. Okay. In this case, the entering jet of water oscillates back and forth from the bottom. അതായത് എൻറ്ററിങ് ജെറ്റ് ഓഫ് വാട്ടർ ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പേര് വന്നത് ഓസിലേറ്റിംഗ് ജമ്പ് ഫ്രം ദി ബോട്ടം.
അതാണ് പറയുന്നത്. ജെറ്റ് ഓഫ് വാട്ടർ ഓസിലേറ്റ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം ദ ബോട്ടത്തിൽ നിന്ന് ബാക്കും ഫോർത്തും, അതായത് പിന്നിലേക്കും മുന്നിലോട്ടും അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഓസിലേറ്റിംഗ് ജമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ടു ദി സർഫസ്, അതായത് സർഫസിലേക്കാണ്, അതായത് ഇങ്ങനെ അത് ഓസിലേറ്റ് ചെയ്തു സർഫസിലേക്ക് പോകും, ദെൻ ബാക്ക് ടു ദി ബാക്ക് അഗൈൻ, അങ്ങനെ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ഓസിലേറ്റിംഗ് ജമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 1 to 1.7 ആയിരുന്നു, സെക്കൻഡിൽ 1.7 to 2.5 ആണ്, ദെൻ 2.5 to 4.5 ആണ്. ദെൻ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 4.5 to 9 ആണ്. 4.5 to 9 എന്ന് പറഞ്ഞ 9ൽ ഫ്രൂട്ട്സ് നമ്പർ വരുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് സ്റ്റഡി ജമ്പാണ്. സ്റ്റഡി ജമ്പ്. ഓക്കെ, ദ ജംപ് ഫോംഡ് ഈസ് വെൽ സ്റ്റെബിലൈസ്ഡ് ആൻഡ് ഈസ് കോൾഡ് സ്റ്റഡി ജമ്പ്. വെൽ സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ടാണ് നമ്മളതിനെ സ്റ്റഡി ജമ്പ് എന്ന് പറയുന്നത്. അതിൽ എനർജി ഡിസിപ്പേഷൻ വരുന്നത് 45 to 70% ആണ്. ഓക്കെ, അപ്പോൾ എനർജി ഡിസിപ്പേഷൻ 45 to 70% വരും. ദെൻ ഫ്രൂട്ട്സ് നമ്പർ ഈക്വൽ ടു 9 ആണെങ്കിൽ, അതായത് ആ ഒരു ജമ്പിനെ നമ്മൾ പറയുന്നത് സ്ട്രോങ് ജമ്പാണ്. ഫ്രൂട്ട്സ് നമ്പർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 9 ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സ്ട്രോങ് ജമ്പ് എന്നാണ്. ആൻഡ് ലാർജർ ദ ജംപ് ഫോംഡ് ഈസ് കോൾഡ് സ്ട്രോങ് ജംപ്. ഇൻ ദിസ് കേസ് എ റഫ് സർഫസ് പ്രിവെയിൽസ് വിച്ച് കണ്ടിന്യൂസ് ഡൗൺ സ്ട്രീം ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. അതായത് ഈ സ്ട്രോങ് ജമ്പിൻ്റെ കേസിൽ ഒരു റഫ് സർഫസ് ആണ് ഫോം ചെയ്യുക. അത് കുറച്ച് ദൂരത്തെ, അതായത് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. ഇൻ ദിസ് കേസ് എ റഫ് സർഫസ് പ്രിവെയിൽസ് വിച്ച് കണ്ടിന്യൂസ് ഡൗൺ സ്ട്രീം ഫോർ എ ലോങ് ഡിസ്റ്റൻസ്. കുറച്ച് ദൂരത്തേക്ക് ആ ഒരു റഫ് സർഫസ് ആയിരിക്കും. ദ ജംപ് ആക്ഷൻ ഇസ് ക്വൈറ്റ് റഫ് ബട്ട് ഇറ്റ് ഈസ് എഫക്റ്റീവ് ആണ്. അതായത് നമ്മുടെ ജംപ് ആക്ഷൻ ഇസ് ക്വൈറ്റ് റഫായിട്ടായിരിക്കും, ഒരു റഫ് സർഫസ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് എഫക്റ്റീവ് ആണ്, സിൻസ് ദ എനർജി ഡിസിപ്പേഷൻ മേ റീച്ച് 85%. എനർജി ഡിസിപ്പേഷൻ 85% എത്തുന്നതുകൊണ്ട് അത് എഫക്റ്റീവ് ആണ്. നമ്മൾ തൊട്ട് മുകളിലത്തെ കേസിൽ 45 to 70% ആവുണ്ടായിരുന്നുള്ളൂ. ദെൻ ഈ കേസിൽ 85% ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദി ജംപ് ആക്ഷൻ റഫ് ആണെങ്കിലും അത് എഫക്റ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രൂട്ട്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 9 ആകുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ജംപ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ദെൻ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ 19th ക്വസ്റ്റ്യന് എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ 14 മാർക്സ് കിട്ടുക. ഓക്കെ, ഒരെണ്ണം മാത്രം സോൾവ് ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടില്ല. നമുക്കറിയാം ഇത് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്താലാണ് ആ 14 മാർക്സ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റിംഗ് ദി അസംഷൻസ് അണ്ടർലൈങ് ഇറ്റ് ഡിറൈവ് ദ ഡൈനാമിക് ഇക്വേഷൻ ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് റെക്ടാങ്കുലർ ചാനൽ 2 meter wide carries a discharge 6 meter per second. Calculate the critical depth and specific energy at the critical depth. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിറൈവ് ചെയ്യാം. അതായത് അസംഷൻസ് ആദ്യം പറയണം. സ്റ്റേറ്റിംഗ് ദി അസംഷൻസ് അണ്ടർലൈങ് ഇറ്റ് ഡിറൈവ് ദി ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഗ്രാജുവലി വേരിഡ് ഫ്ലോ GVFൻ്റെ ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ആദ്യം നമ്മൾ അസംഷൻസ് സ്റ്റേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി ബേസിക് എനർജി ഇക്വേഷൻ വിത്ത് ദ ഫോളോയിങ് അസംഷൻ. ബേസിക് എനർജി ഇക്വേഷൻ നമുക്കറിയാം, അതായത് P/ρg + V²/2g + Z = കോൺസ്റ്റൻറ്റ്. അതാണ് ബേസിക് എനർജി ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാമെന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ അസംഷൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അസംഷൻ വരുന്നത് ദ യൂണിഫോം ഫ്ലോ ഫോർമുല സച്ച് ആസ് മാനിങ്സ് ഓർ ചെസിസ് may be used to evaluate the energy slope of a gradually varied flow. ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ എനർജി സ്ലോപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാനിങ്സ് അല്ലെങ്കിൽ ചെസീസ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, സ്ലോപ്പിൻ്റെ ആൻഡ് ദ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് ഓഫ് റഫ്നെസ് ഡെവലപ്ഡ് primarily for uniform flow are applicable to the gradually varied flow. ഓക്കെ, അപ്പം നമുക്കറിയാം മാനിങ്സ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ V is equal to 1/n r⁻²/3 s⁻1/2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എസിൻ്റെ ടേം മാത്രമായിട്ട് എടുക്കുമ്പോൾ s⁻1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V × n by r⁻²/3 s⁻1/2 ആണ് നമ്മൾ പറഞ്ഞ s⁻1/2ൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യണം, അതായത് ഈ രണ്ട് സൈഡിലും
സ്ക്വയർ ചെയ്താൽ നമുക്കത് ടേം കറക്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ. ദെൻ ചെസീസ് ഇക്വേഷൻ നമുക്കറിയാം v ഈസ് ഈക്വൽ ടു c√rs. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ എസ് എഫ് ഇസ് ഈക്വൽ ടു v ഡിവൈഡഡ് ബൈ c√r. അത് s⁻1/2 ആണ്. ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എസ് കിട്ടും. ഓക്കെ, അതാണ് v/c√r ഹോൾ സ്ക്വയർ. അതാണ് ഫസ്റ്റ് അസംഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് അസംഷൻ വരുന്നത് ദ ബോട്ടം സ്ലോപ്പ് ഓഫ് ദ ചാനൽ ഈസ് വെരി സ്മോൾ. ഓക്കെ, നമ്മൾ ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പ് വളരെ ചെറുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദെൻ ദ ചാനൽ ഈസ് പ്രിസ്മാറ്റിക്. ചാനൽ പ്രിസ്മാറ്റിക് ആണ്. ദെൻ ദ എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ. എനർജി കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ആൽഫയാണ്. അത് യൂണിറ്റി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ദെൻ ദ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എനി വെർട്ടിക്കൽ ഈസ് ഹൈഡ്രോസ്റ്റാറ്റ്. പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു വെർട്ടിക്കൽ സർഫസിൽ, ഏതെങ്കിലും വെർട്ടിക്കൽ സർഫസിൽ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഹൈഡ്രോസ്റ്റാറ്റിക് ആയിരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യണം. ദെൻ ദ റഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ചാനൽ. നമ്മൾ പറയുന്നത് റഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. ഡെപ്ത് ഓഫ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല റഫ്നെസ് കോഎഫിഷ്യൻറ്റ്. ആൻഡ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ചാനൽ റീച്ച്. ചാനൽ റീച്ചിൽ ഫുൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ 1 2 3 4 5 6 അസംഷൻസ് ആണ്. മൊത്തം 6 അസംഷൻസ് ആണ് നമുക്ക് ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ കേസിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത്. അത് എഴുതിയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ആൻസർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോട്ടൽ എനർജിയുടെ ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, ദ ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി ബേസിക് എനർജി ഇക്വേഷൻ. ബേസിക് എനർജി ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ബേസിക് എനർജി ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് എനർജി ഇക്വേഷൻ H is equal to v²/2g പ്ലസ് y പ്ലസ് z ആണ്. ഓക്കെ, അതാണ് നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ v നമുക്കറിയാം v is equal to q/a ആണ്. അപ്പോൾ v² എന്ന് പറയുമ്പോൾ q²/a². ഓക്കെ, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ടോട്ടൽ എനർജി ആ ഒരു എച്ച്, നമ്മൾ ടോട്ടൽ എനർജി എത്രയാണ് ടോട്ടൽ എനർജി വരുന്നതെന്ന് കണ്ടുപിടിച്ചതാണ് അത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dh/dx ആണ് കിട്ടുക. ഓക്കെ, dh/dx ആണ് കിട്ടുക. നമ്മൾ അതിൽ ഓരോ ടേമിനും വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ dh/dx എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എനർജി ലൈനാണ്. ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ് നമുക്ക് dh/dx ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ d/dx ഓഫ് q²/2g a² ചെയ്യുമ്പോൾ നമുക്ക് q²/2g എടുത്തു. ദെൻ d/dx ഓഫ് 1/a². ഓക്കെ, a² കഴിഞ്ഞാൽ a⁻² ആണ്. അപ്പോൾ d/dx ഓഫ് a⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2a⁻³ ആണ്. ഓക്കെ, ഇൻറ്റു da/dx വരും. അപ്പോൾ നമ്മളിതിനെ വേറൊരു ഇതായിട്ട് എഴുതുമ്പോൾ -2 × 1/a³ ആണ്. a⁻³ താഴേക്ക് പോകുമ്പോൾ a³ ആയിരിക്കും. ഇൻറ്റു a³ ഇൻറ്റു da/dx ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 ക്യാൻസലായി പോവും. -2 × 2g. നമ്മൾ 2g ആണ് ആദ്യം പുറത്തേക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ -2/a⁻² × da/dx ആണ് നമുക്ക് വരാം. ഓക്കെ, da/dx പ്ലസ് dy/dx പ്ലസ് dz/dx വരും. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ക്യാൻസലായി പോയി. ദെൻ നമുക്ക് വരുന്നുണ്ടാവാം q²/ga⁻³ ആയിരുന്നു കേട്ടോ. ഓക്കെ, 3 ആയിരുന്നു.
അപ്പോൾ GA³ ഇൻറ്റു DA/dx പ്ലസ് DY/dx പ്ലസ് DZ/dx ആണ് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് DH/dx മൈനസ് Q² GA³ ഇൻറ്റു DA/dx പ്ലസ് DY/dx പ്ലസ് DZ/dx. ഓക്കെ, അതാണ് DH/dxൻ്റെ ആൻസർ. നമുക്ക് ജസ്റ്റ് അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എച്ചിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. ദെൻ നമുക്കറിയാം DH/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ്, അതായത് SF ആണ് DH/dx എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് നെഗറ്റീവാണ്. അത് നെഗറ്റീവ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുമ്പോൾ ഡിക്രീസിങ് ആണ്, അതായത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്സ് മൂവ് ചെയ്യുമ്പോൾ എക്സ് ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാണ്. സോ അതാണ് നെഗറ്റീവ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ DZ/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ദെൻ DZ/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പാണ്, അതായത് S0 ആണ്. അതും നെഗറ്റീവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ചാനലിൻ്റെ സ്ലോപ്പും ഡിക്രീസിങ് ആണ്. അതാണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ DY/dx നമുക്കറിയാം വാട്ടർ സർഫസിൻ്റെ സ്ലോപ്പാണ് DY/dx. ഓക്കെ, ദെൻ നമ്മളിതിലെ ഓരോ ടേം നോക്കുമ്പോൾ ദെൻ DA/dx നമ്മൾ വൈൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു DYയും ഡിവൈഡഡ് ബൈ DYയും ചെയ്യാണ്. ഓക്കെ, DA/dx ഇൻറ്റു DY/dy ചെയ്യുമ്പോൾ നമുക്കറിയാം DA/dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോപ്പ് വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ DA/dyനെ നമ്മൾ ടോപ്പ് വിഡ്ത്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T ഇൻറ്റു DY/dx കിട്ടും. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം DH/dx നമ്മൾ പറഞ്ഞു എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ നമ്മളത് ആദ്യം എഴുതി മൈനസ് SF is equal to minus Q²/GA³. Q²/GA³ DA/dx ആണ്. DA/dx നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു T ഇൻറ്റു ടോപ്പ് വിഡ്ത്ത് ഇൻറ്റു DY/dx ആണ്. ഓക്കെ, അപ്പോൾ അതാണ് T ഇൻറ്റു DY/dx പ്ലസ് DY/dx നമ്മൾ അതേപോലെ തന്നെ എഴുതി. ദെൻ DZ/dx നമ്മൾ പറഞ്ഞു ചാനലിൻ്റെ ബോട്ടം സ്ലോപ്പാണ്. ദെൻ അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദെൻ നെഗറ്റീവ് S0 ആണ്. ദെൻ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ, ഈ DY/dx നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ദെൻ ഈ S0നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വരാം S0 മൈനസ് SF ഇസ് ഈക്വൽ ടു S0 മൈനസ് SF ഇസ് ഈക്വൽ ടു DY/dxനെ നമ്മൾ കോമൺ ആക്കിയിട്ട് എടുത്തു. ദെൻ DY/dx ഇസ് ഇൻറ്റു 1 മൈനസ് Q²T/GA³ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ DY/dxൻ്റെ ടേം മാത്രം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് DY/dxൻ്റെ ഇക്വേഷൻ കിട്ടും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. അതാണ് ഡൈനാമിക് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ഡൈനാമിക് ഇക്വേഷൻ. അപ്പോൾ DY/dx ഇസ് ഈക്വൽ ടു S0 മൈനസ് SF ബൈ 1 മൈനസ് Q²T/GA³. അതിൽ Q²T/GA³ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ സ്ക്വയർ ആണ്. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഈ ഒരു ടേം ആയിരിക്കും. Q²T/GA³ ആണ് ഫ്രൂട്ട്സ് നമ്പർ. അപ്പോൾ ഫ്രൂട്ട്സ് നമ്പറിൻ്റെ സ്ക്വയർ ആണ് Q²T/GA³. ഇതാണ് ഡൈനാമിക് ഇക്വേഷൻ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഡൈനാമിക് ഇക്വേഷൻ സോൾവ് ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ അസംഷൻസ് എഴുതി. 6 അസംഷൻസ് നമ്മൾ എഴുതണം. ദെൻ നമ്മൾ ടോട്ടൽ എനർജി ലൈനിൻ്റെ ഇക്വേഷൻ എഴുതി. ദെൻ അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ചാനലിൻ്റെ ലെങ്ത്ത് വിത്ത് റെസ്പെക്ട് ടു ചാനലിൻ്റെ ലെങ്ത്ത് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ ഗ്രാജുവലി വേരിഡ് ഫ്ലോൻ്റെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് 19th B ക്വസ്റ്റ്യൻ നോക്കാം. B ക്വസ്റ്റ്യനിൽ പറയുന്നത് റെക്ടാങ്കുലർ ചാനൽ ഓഫ് 2 മീറ്റർ വൈഡ്, അതായത് B തന്നിട്ടുണ്ട്. B 2 മീറ്റർ ആണ്. ഓക്കെ, വിച്ച് ക്യാരീസ് എ ഡിസ്ചാർജ് ഓഫ് 6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഡിസ്ചാർജ് Q ആണ്, 6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് സ്പെസിഫിക് എനർജി. ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കണം, അതായത് C കണ്ടുപിടിക്കണം. ആൻഡ് സ്പെസിഫിക് എനർജി
EC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മാർക്സ് ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. സ്മോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ ബൈ ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ദെൻ സ്മോൾ ക്യൂ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്യൂ 6 ആണ് നമുക്കറിയാം. ബ്രെഡ്ത്ത് 2 തന്നിട്ടുണ്ട്. ദെൻ 3 ആണ്. 3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്. ക്യൂ സ്മോൾ ക്യൂവിൻ്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, ദെൻ നമുക്ക് YC, ഇനിയാണ് നമ്മൾ കറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. YC കണ്ടുപിടിക്കണം. നമ്മൾ ക്യൂ കണ്ടുപിടിച്ചു, ദെൻ YC കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ ഡെപ്ത്ത്, എത്രയാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഡെപ്ത്ത് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് Q സ്ക്വയർ ആണ്. 3 സ്ക്വയർ ബൈ 9.81 റേസ് ടു 1/3 ചെയ്യുമ്പോൾ നമുക്ക് YCയുടെ ആൻസർ വരുന്നുണ്ടാവാം 0.972 മീറ്റർ ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ ഡെപ്ത്ത് അപ്പോൾ 0.972 മീറ്ററിലായിരിക്കും. ദെൻ സ്പെസിഫിക് എനർജി അറ്റ് ക്രിട്ടിക്കൽ ഡെപ്ത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിലുള്ള സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1.5 YC ആണ്. YC നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ 1.5 ടൈംസ് ഓഫ് YC ആണ് നമ്മുടെ സ്പെസിഫിക് എനർജി അറ്റ് ക്രിട്ടിക്കൽ ഡെപ്ത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ 1.5 ഇൻറ്റു YC 0.972 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദെൻ നമുക്ക് സ്പെസിഫിക് എനർജി വരുന്നത് 1.46 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സ്മോൾ ക്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതിന് ക്രിട്ടിക്കൽ ഡെപ്ത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ സ്പെസിഫിക് എനർജി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ 3 ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിമൈൻഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് 20th ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 20th ക്വസ്റ്റ്യനിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. ഇത് രണ്ടും ആൻസർ ചെയ്താലാണ് നമുക്ക് ടോട്ടൽ 14 മാർക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ വെരി വൈഡ് റെക്ടാങ്കുലർ ചാനൽ ക്യാരീസ് എ ഡിസ്ചാർജ് ഓഫ് 8 ക്യൂമെക്സ് പെർ മീറ്റർ വിഡ്ത്ത്. അതായത് 8 ക്യൂമെക്സ് പെർ മീറ്റർ വിഡ്ത്ത് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് സ്മോൾ ക്യൂ ആണ്, ക്യാപിറ്റൽ ക്യൂ അല്ല, സ്മോൾ ക്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ ചാനൽ ഹാസ് എ ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട് 0.004 ആണ്. ദെൻ മാനിങ്സ് റഫ്നെസ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്, അത് 0.015 ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു എ സെക്ഷൻ വേർ വാട്ടർ ഡെപ്ത് ഈസ് 0.9 മീറ്റർ യൂസിങ് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ടു എ സെക്ഷൻ ആണ്. അതായത് ആ ഒരു സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 0.9 മീറ്റർ ആണ് അവിടുത്തെ ഡെപ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്ത്, അതായത് നമുക്ക് അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ സ്റ്റെപ്പ് യൂസ് ചെയ്താൽ മതി. അതായത് നമുക്ക് അതൊരു ടേബിൾ വരച്ച് കുറച്ച് സോൾവ് ചെയ്ത്, അതായത് ഓരോ സ്റ്റെപ്പിൽ എത്ര വരും എന്നുള്ളത് നമ്മൾ ഇൻ്റർവെൽ കൊടുത്തിട്ടാണ് നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാറ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സിംഗിൾ സ്റ്റെപ്പ്, അതായത് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ വൈഡ് റെക്ടാങ്കുലർ ചാനലാണ്. അപ്പോൾ വൈഡ് റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിൽ നമുക്കറിയാം വൈഡ് റെക്ടാങ്കുലർ സ്പെഷ്യൽ കേസാണ്. R ഈക്വൽ ടു Y ആണ്. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോ ഹൈഡ്രോളിക് റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക R ഈക്വൽ ടു Y ആയിട്ടാണ്. ഓക്കെ, ദെൻ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡിലാണ് നമ്മുടെ അടുത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻ സ്റ്റെപ്പ് മെത്തേഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി ചാനൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഷോർട്ട് റീച്ചസ്. അത് ചെറിയ ഷോർട്ട് റീച്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൽ ഓരോന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ കമ്പ്യൂട്ടേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ സ്റ്റെപ്പ് ഫ്രം വൺ എൻഡ് ഓഫ് ദി റീച്ച് ടു ദി അതർ. അതായത് ഇപ്പോൾ ഈ ഒരു റീച്ചിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇത്ര ഡെപ്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഡെപ്ത് വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഷോർട്ട് റീച്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് ഓരോ സ്മോൾ റീച്ചസിലും ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അതായത് നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതായത് ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു സിംഗിൾ സ്റ്റെപ്പാണ്. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ആദ്യം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ
0.9 മീറ്റർ, അതായത് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അത് നമുക്കറിയില്ല. നമുക്ക് 0.9 മീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. 0.9 മീറ്റർ, അതായത് y is equal to 0.9 മീറ്റർ ആവുമ്പോൾ 0.9 മീറ്റർ ആകുമ്പോൾ, അതായത് വാട്ടർ സർഫസ് y equal to 0.9 മീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയില്ല. അതായത് നോർമൽ ഡെപ്തിൽ നിന്ന്, അതായത് yn എത്രയാണ് വരുന്നത് അവിടെ നിന്ന് 0.9 മീറ്റർ ഡെപ്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് yn ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ yn ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ മാനിങ്സ് ഇക്വേഷനാണ്. മാനിങ്സ് ഇക്വേഷൻ a/n r⁴ s⁻1/2. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഏരിയ നമുക്കറിയാം, റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് ഏരിയ വരുന്നത് by ആണ്. ഓക്കെ, by(n). അപ്പോൾ b/n നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. n തന്നിരിക്കുന്നത് മാനിങ്സ് റഫ്നെസ് കോഎഫിഷ്യൻറ്റ് 0.015 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ r വൈഡ് റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു r y ആയിരിക്കും. ഓക്കെ, അപ്പോൾ y⁻², അതായത് yn ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2/3. ദെൻ s0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.004 ആണ്. അപ്പോൾ s0 0.004⁻1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q, ഈ ബീനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് സ്മോൾ q ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ q is equal to നമുക്ക് വരാം yn⁻, ഇവിടെ 1 ആണ്. അപ്പോൾ yn⁻1 പ്ലസ് yn⁻2/3 ചെയ്യുമ്പോൾ നമുക്ക് 5/3 ആണ് വരാം. ഓക്കെ, അപ്പോൾ yn⁻5/3 ഇൻറ്റു നമുക്ക്, അതായത് 0.004/0.015 ചെയ്യുന്ന ആ ഒരു ആൻസറാണ് വരിക. സോ നമുക്ക് q കണ്ടുപിടിക്കാം. അതായത് നമുക്ക് q ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് q പറയുന്നത് 8 m³/s/m ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് yn കിട്ടുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ yn is equal to നമുക്ക് വരുന്നുണ്ടാവുക 1.468 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടി. 0.9 മീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? y is equal to, അതായത് നോർമൽ ഡെപ്ത് വരുന്നത് 1.468 മീറ്റർ ആണ്. അപ്പോൾ അവിടെ നിന്ന് y വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനാദ്യം ടേബിൾ വരയ്ക്കണം. ടേബിൾ വരയ്ക്കുമ്പോൾ ടേബിളിൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ വരുന്ന എനർജി മൈനസ് സെക്കൻഡ് സെക്ഷനിൽ വരുന്ന എനർജി, സ്പെസിഫിക് എനർജി, ഡിവൈഡഡ് ബൈ സ്ലോപ്പ്, ബോട്ടം സ്ലോപ്പ് മൈനസ് S0 മൈനസ് ടോട്ടൽ എനർജി ലൈൻ്റെ സ്ലോപ്പ്. ഓക്കെ, ദെൻ E1 മൈനസ് E2 നമ്മൾ ഡെൽറ്റ E ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തതാണ്. ദെൻ S0 മൈനസ് SF. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനെ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E2 മൈനസ് E1 ബൈ S0 മൈനസ് SF ആണ്. അപ്പോൾ ആദ്യം dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ x കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടേബിൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ S0 മൈനസ് SF അത് തൊട്ട് മുമ്പത്തെ കോളത്തിൽ നമ്മൾ എഴുതി. ദെൻ SF എത്രയാണെന്ന് എഴുതി. ദെൻ SF ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് 2 ലൈനിൽ SF കിട്ടും, അതായത് രണ്ട് സെക്ഷനിലെയും SF എത്രയാണെന്ന് കിട്ടും. ദെൻ അതിൻ്റെ ഏവറേജ് എടുക്കണം, അതാണ് SF ഡാഷ്. ഓക്കെ, അപ്പോൾ അത് 2 സെക്ഷനിൽ എത്ര വരുന്നത് നമ്മൾ എഴുതണം. ദെൻ ഡെൽറ്റ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിക്കും, അതാണ് E1. ദെൻ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കും, അതിൻ്റെ ഡിഫറൻസ് ആണ് ഡെൽറ്റ E വരുന്നത്. ഓക്കെ, ദെൻ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എനർജിയാണ്. E പറഞ്ഞു കഴിഞ്ഞാൽ y പ്ലസ് v²/2g ആണ് ഈ കേസിൽ വരിക. ഓക്കെ, അപ്പോൾ v²/2g ആണ് തൊട്ട് മുമ്പത്തെ കോളം എഴുതുക. v²/2g നമുക്ക് v ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ v ആണ് അതിൻ്റെ മുമ്പത്തെ കോളം വരുന്നത്. അപ്പോൾ v എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? q നമുക്ക് തന്നിട്ടുണ്ട്,
ദെൻ ക്യൂ ബൈ വൈ ആണ് വി വരുന്നത് വെലോസിറ്റി. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അതായത് ആ യൂണിറ്റ് നോക്കി യൂണിറ്റിൻ്റെ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്യൂ നമ്മൾ കണ്ടുപിടിച്ചത് ക്യൂ നമുക്കറിയാം ക്യൂവിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്. ദെൻ ഡിവൈഡഡ് ബൈ വൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡിവൈഡഡ് ബൈ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ അതായത് ഈ ഒരു എം ഡിവൈഡ് ചെയ്യുമ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലാണ് സ്മോൾ ക്യൂ വരിക. ഓക്കെ, സ്മോൾ ക്യൂ വരുമ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡാണ്. ദെൻ ഡിവൈഡഡ് ബൈ എം ചെയ്യുമ്പോൾ വൈയോട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ക്യൂ ബൈ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ ആ ഒരു ടേബിൾ മൊത്തം വരച്ച് കഴിഞ്ഞു. ദെൻ നമ്മളതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വൈയും ആറും എഴുതി. ഓക്കെ, നമ്മൾ പറഞ്ഞു ആറ് വൈഡ് റെക്ടാങ്കുലർ ചാനലിൻ്റെ കേസിൽ ആറും വൈയും ഈക്വൽ ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 1.468 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഡെപ്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് 0.9 മീറ്റർ ഡെപ്തിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈയിൽ ഫസ്റ്റ് രണ്ട് ഡെപ്ത് നമ്മൾ എഴുതി. ദെൻ ആറ് എന്ന് പറയുന്ന ടേം വൈക്ക് ഈക്വൽ ആയതുകൊണ്ട് അത് രണ്ടും എഴുതി. ദെൻ ഓക്കെ, വി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്യൂ ബൈ വൈ ആണ്. ക്യൂ 8 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ വൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് കേസിൽ 1.468 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് കേസിൽ 0.9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.45 ആണ് വെലോസിറ്റി വരിക. ദെൻ സെക്കൻഡ് കേസിൽ 8.89 ആണ് വെലോസിറ്റി വരിക. ഓക്കെ, ദെൻ നമ്മൾ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമുക്ക് വി സ്ക്വയർ ബൈ 2g കണ്ടുപിടിക്കണം. വി സ്ക്വയർ ബൈ 2g എന്ന് പറയുമ്പോൾ ഇത് സ്ക്വയർ ചെയ്ത് ബൈ 2g ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന വി സ്ക്വയർ ബൈ 2g 1.51ഉം സെക്കൻഡ് കേസിൽ വരുന്നത് 4.03യുമാണ്. ഓക്കെ, ദെൻ നമ്മൾ വി സ്ക്വയർ ബൈ 2g കണ്ടു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എനർജി കണ്ടുപിടിക്കണം. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. വൈ പ്ലസ് വി സ്ക്വയർ ബൈ 2g ആണ്. വി സ്ക്വയർ ബൈ 2g നമുക്കറിയാം, വൈയും നമുക്കറിയാം. ദെൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇ കിട്ടും. ഇയിൽ വരുന്ന ഇയുടെ ആൻസർ അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് 2.982, സെക്കൻഡ് സെക്ഷനിൽ വരുന്നത് 4.93യുമാണ്. ഓക്കെ, ദെൻ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് അതായത് E1ൻ്റെയും E2ൻ്റെയും ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ എന്ന് പറഞ്ഞത്. അത് നമുക്ക് വരുന്നത് 1.95 ആണ്. ഓക്കെ, ദെൻ എസ് എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ മാനിങ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാണ്. മാനിങ്സ് ഇക്വേഷൻ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു 1/n r⁴ s⁴ 1/2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എസിൻ്റെ ടേം മാത്രം എടുക്കുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു vn ഡിവൈഡഡ് ബൈ r⁴ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ടേമും സ്ക്വയർ ചെയ്യുമ്പോൾ s⁴ 1/2 ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ദെൻ എല്ലാ ടേമും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വരിക v² n² r⁴ ആണ്. ഓക്കെ, ആ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ നമ്മുടെ വി വാല്യൂ നമുക്കറിയാം, n അറിയാം, r അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് എഫിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.004 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കേസിൽ വരുന്നത് 0.020 ആണ്. ദെൻ ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് എടുക്കുന്നതാണ് എസ് എഫ് വരുന്നത് 0.012 ആണ്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ S0 തന്നിട്ടുണ്ട്. S0 തന്നിട്ടുള്ളത് 0.004 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ S0 മൈനസ് SF നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക 0.008 ആണ്. ഓക്കെ, ദെൻ ഡെൽറ്റ എക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ഇ ബൈ S0 മൈനസ് SF ആണ്. ഡെൽറ്റ ഇ നമുക്കറിയാം 1.95 ആണ്, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ 1.95 ബൈ 0.008 ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ആ ഒരു 1.468 തൊട്ട് 0.9 വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ആ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ഇക്വേഷനിൽ ഈ രണ്ട് ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക ആൻസർ
243.75 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി, ദെൻ ടേബിൾ വരച്ച് ഓരോ ടേംസും കണ്ടുപിടിച്ച്, ദെൻ ഫൈനലി ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു 2 ഡെപ്ത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 20Bയിലെ ഹൈഡ്രോളിക് ജമ്പ് ഒക്യൂസ് ഇൻ എ റെക്ടാങ്കുലർ ചാനൽ ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ജമ്പ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ജമ്പാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 0.5 മീറ്ററും 3 മീറ്ററും. ഓക്കെ, കാൽക്കുലേറ്റ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ആൻഡ് എനർജി ലോസ്റ്റ് ഇൻ ദി ഹൈഡ്രോളിക് ജമ്പ്. ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കണം, അതായത് YC നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് എനർജി ലോസ്റ്റ് ഇൻ ദി ഹൈഡ്രോളിക് ജമ്പും കണ്ടുപിടിക്കണം, അതായത് Eയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ അതായത് ഈ ജമ്പിൻ്റെ ബിഫോറും ആഫ്റ്ററും ഉള്ള ഡെപ്താണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് Y1 = 0.5 മീറ്ററും Y2 = 3 മീറ്ററും ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് യൂസ് ദ ഇക്വേഷൻ റിലേറ്റ്സ് ഡെപ്ത് Y1 ആൻഡ് Y2 ഇൻ ടേംസ് ഓഫ് റൂട്ട്സ് നമ്പർ. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. 2q² G = Y1/2 ഇൻറ്റു Y1 + Y2. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് q² G എന്ന് പറയുന്നത് YC³ ആണ്. അത് നമുക്കറിയാം. ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ക്യൂബാണ് q² G വരുന്നത്. ഓക്കെ, അപ്പോൾ 2 × YC³ = Y1 × Y2 ഇൻറ്റു Y1 + Y2 ആണ്. ഓക്കെ, അപ്പോൾ Y1 × Y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 × 3, ദെൻ 0.5 + 3 ആണ്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമ്മൾ YC ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് YC കിട്ടുന്നുണ്ടാവാം 1.379 മീറ്ററാണ് നമുക്ക് YC കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ദെൻ YC നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതായത് ക്രിട്ടിക്കൽ ഡെപ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എനർജി ലോസ്റ്റ് ഇൻ ദ ഹൈഡ്രോളിക് ജമ്പാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ∆E = Y2 - Y1 ഹോൾ ക്യൂബ് ബൈ 4Y1 Y2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Y2 - Y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 - 0.5 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 × 3 × 0.5 ആണ്. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ വരുന്നുണ്ടായിരിക്കാം 2.604 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യം ക്രിട്ടിക്കൽ ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദെൻ എനർജി ലോസ്റ്റ് ഇൻ ദ ഹൈഡ്രോളിക് ജമ്പാണ് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത്, അതായത് Y1-ൻ്റെയും ജമ്പ് ബിഫോർ ജമ്പിൻ്റെയും ആഫ്റ്റർ ജമ്പിൻ്റെയും ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അത് യൂസ് ചെയ്തിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2019 സ്കീമിലെ December 2020 ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ മൊഡ്യൂൾസും നമ്മൾ മൊഡ്യൂൾ വൈസ് സോൾവ് ചെയ്തു. ലാസ്റ്റ് 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു December 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് സോൾവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.